എല്ലാ സഹന പരീക്ഷണങ്ങളും അത്ര ഉത്കൃഷ്ടമാവണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ നിഗൂഢ പദ്ധതിയിൽ എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. കാരണം ഈ പരീക്ഷണങ്ങളിലൂടെയാണ് മനുഷ്യരുടെ സ്വഭാവം രൂപപ്പെടുകയും വെളിപ്പെടുകയും ചെയ്യുന്നത്. ജീവിതത്തിലെ മുറിവുകളെല്ലാം നമ്മെ കൈപ്പുള്ളവരാക്കണമെന്നില്ല. ശരീരത്തിലും മനസ്സിലും ഒരുപാട് മുറിവുകൾ ഏറ്റുവാങ്ങിയിട്ടും സൗഖ്യമുള്ളവളായി നിലകൊണ്ട മിസ്റ്റർ ജോസഫൈൻ ബക്കീത്ത സുഡാനിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് 9-ാം വയസ്സിൽ അടിമക്കച്ചവടക്കാരെ കിഡ്നാപ്പ് ചെയ്ത് പലതവണ വിവിധ അടിമച്ചന്തകളിൽ മാറി മാറി വിൽക്കപ്പെട്ടവള്. ശരീരത്തിലെ ഒരുപാട് മുറിവുകളിൽ ഉപ്പ് വിതറിയപ്പോൾ മരിച്ചു പോകുമെന്ന് ചിന്തിച്ചു പോകാൻ മാത്രം ഭീകരമായ ശാരീരിക പീഡനങ്ങളിലൂടെ കടന്നുപോയി. അവസാനത്തെ മാസ്റ്ററായ ഇറ്റാലിയൻ ഒഫീഷ്യലിന്റെ കുടുംബത്തിൽ നിന്നും ഈശോയെ അറിഞ്ഞു തുടങ്ങി. സ്വതന്ത്രയായ ശേഷം ജോസഫൈൻ എന്ന പേര് കൂടി ചേർത്തു, ഭാഗ്യവതി എന്നർത്ഥമുള്ള ബക്കീത്ത എന്ന പേരിനോടൊപ്പം. ഒരു കനോസിയൻ സിസ്റ്ററായി 50 വർഷത്തോളം ജീവിച്ചപ്പോഴും ഇത്രയും ജെന്റിൽ ആൻഡ് അമേബിൾ ആയ ഏത് ജോലിയും ചെയ്യാൻ സന്നദ്ധയായ ഒരു പ്രസന്ന ജീവിതമാണ് അവൾ നയിച്ചത്. തന്നെ ഉപദ്രവിച്ചവരോടൊക്കെ ക്ഷമിക്കാൻ മാത്രമല്ല, ദൈവത്തെ അറിയാൻ കഴിഞ്ഞതിൽ നന്ദിയുള്ളവളുമായിരുന്നു അവൾ. Her feast day is the International Day of Prayer to Stop Human Trafficking.